ഡാഡി പറയുന്ന പേടിക്കാനൊന്നും ഇല്ലെന്നാ. അവൻ ഇതിനു മുമ്പ് 2 തവണ പോയിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാ വന്നെന്ന്. അവന്റെ പെട്ടിയും സാധനമൊക്കെ ഭദ്രമായിട്ട് മുറിക്കാത്തുണ്ട്. ഇന്നലെ വൈകുന്നേരം 5 മണി വരെ പിപ്പിരിയും കാട്ടി എന്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലേ. മക്കൾ കഴിക്കി. വിശ്വനാഥ് സാറിനോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാ ചെയ്യാം. നീ എന്താ ഒന്നും കഴിക്കാത്തെ? എനിക്ക് നല്ല വിശപ്പില്ല. ഇവനാണ് ഗൗതം എന്ന തെമ്മാടി. ഇവൾ മെർലിൻ എന്ന ടോം ബോയ്. ഇത് അശ്വതി ദ സൈലന്റ് കാറ്റ്. ഇത് നീതു ദ റൊമാന്റിക് ബേർഡ്. Am I right? That is Clairvoyant. Why you look so gloomy? ഒന്നുമില്ല. ഇത് എന്റെ ലാസ്റ്റ് സെമസ്റ്റർ അല്ലേ? ഞാൻ നിന്റെ ഡാഡിയെ കണ്ടിരുന്നു ഒരു സെയിൽസ് കോൺഫറൻസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച്. വീട്ടിൽ ചെല്ലാത്തതിന് അങ്ങേരുടെ വക ഒരുപാട് പരിഭവങ്ങൾ. എന്തായാലും ഈ ചിങ്ങത്തിന് നമ്മളുടെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. എനിവേ ഐ ടോൾഡ് ഹിം ഐ ആം അറ്റ് ഹിസ് ഡിസ്പോസൽ. എല്ലാത്തിനും അഭിപ്രായം പറയുന്നത് നിനക്കെന്താ? ഒന്നും പറയാനില്ലേ? ഞാൻ കഴിഞ്ഞ തവണ കണ്ട പൂജയെ അല്ല നീ. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. എനിക്കൊരു മാറ്റമില്ല ഗൗതം. പരീക്ഷയുടെ അല്പം ടെൻഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ഐ ഹാവ് ടു പുഷ് ഓഫ്. ഹോട്ടലിൽ MD വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഐ വിൽ ബി ബാക്ക് ഇൻ 1 week. സ്വർഗം തീർക്കാം സഖി നീ വരുമെങ്കിൽ. മധുരത്താൽ മണിമാളിക പണിയാം മധു നീ തരുമെങ്കിൽ. സ്നേഹം കൊണ്ടൊരു സ്വർഗം തീർക്കാം സഖി നീ വരുമെങ്കിൽ. ഏതു ജന്മം മുതലേ നമ്മൾ സഹയാത്രികരായി. ഏതു പൊന്നിൻ പാശത്താൽ നാം ബന്ധിതരായി. ഒരു പ്രേയസി കുളിർ തെന്നലായി.
ബേബിച്ച 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 ഈ ബേബിച്ചൻ എവിടെ പോയി കിടക്കാം? ബേബിച്ച 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 ദേ എവിടെ പോയി? ബേബിച്ച 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 മോള് പോ, ആദ്യം കണ്ട മോശം. ബേബിച്ച ഒന്ന് വേഗം എഴുന്നേക്ക്. മോക്ക് നിർബന്ധമാണെങ്കിൽ വാ വാ. ബേബിച്ച ബേബിച്ച അയ്യോ എന്താ എന്താ പൂജയെ കാണാനില്ല. പൂജ ഇവിടെ നടന്ന വല്ലതും ബേബിച്ചൻ അറിഞ്ഞോ? എന്റെ കാരിക്കാമുറി മാതാവേ, ആ പോകുന്നത് ആരാ? ദേ ഇതിനൊരു സൈക്യാട്രിസ്റ്റിന്റെ ആക്യുമെനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ്. അപ്പൊ അങ്കിള് പറയുന്നത് എല്ലാം ഞങ്ങൾക്ക് തോന്നിയതാണെന്നാണോ? അങ്ങനെയല്ല, എന്നാൽ അങ്ങനെ തന്നെയാണ്. സി, പുതിയ താമസ സ്ഥലം, വിചിത്രമായ അന്തരീക്ഷം, പരീക്ഷയുടെ ടെൻഷൻ, കാണാതെ നന്ദു, ഇതെല്ലാം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. പിന്നീട് എന്തെങ്കിലും ബാഹ്യമായി ഉണ്ടാവുന്ന ഒരു സ്പാർക്ക് നിങ്ങളുടെ ബോധത്തെ ഒരു മായിക കാഴ്ചയിലേക്ക് കൊണ്ടുവന്നു. സൈക്കോളജിയിൽ ഇതിനെ ഡെലൂഷൻ എന്ന് പറയും. പക്ഷെ എല്ലാരും ഒരേ സമയത്ത് ഒരേ കാഴ്ച കാണുക, ഒരേ ശബ്ദം കേൾക്കുക, അതെങ്ങനെ അങ്കിൾ? ഒരു ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഒരു മജിഷ്യൻ ശരീരം മുറിക്കുന്നതും പെൺകുട്ടിയെ വായുവിൽ കടത്തുന്നതും മറ്റും ഒരേ സമയത്ത് കാണുന്നത്. ഇതും ഒരു അർത്ഥത്തിൽ മായിക കാഴ്ചയാണ്. അതവിടെ വെച്ചേ. എന്റെ പെട്ടിയെടുത്ത് അകത്ത് വെച്ച് വണ്ടി തണുത്തെങ്ങാണ്ട് പാർക്ക് ചെയ്യാം. മോളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെങ്കിൽ അങ്കിൾ ഒരു മൈൽ സെഡേറ്റീവ് തരാം. ഓക്കെ? താൻ എന്ത് മനുഷ്യനാടോ? ഇതുപോലെ ഒരു വീടാണ് പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തത്. ഈ പാവം കുട്ടികളെന്നല്ല, യഥാർത്ഥ ഡ്രാക്കുള വരെ വരണ്ടു പോകും. എന്താ എന്തു പറ്റി? ഞാൻ നിലവിലേറ്റ് ഓടി വന്നപ്പോ രക്തത്ത് കുളിച്ചെടുക്കുന്നു. ഒരു നേൽ രൂപ ഓടി മറിയുന്നതും കണ്ടു.
മേനോൻ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? ദൂരെയുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ദൂരെയുള്ളവയെ സ്വാധീനിക്കാനും കഴിയുന്ന ഒരു പ്രതിഭാസം, ടെലികൈനസിസ് അഥവാ സൈക്കോകൈനസിസ് എന്ന് വിളിക്കുന്ന ഈ ഫെനോമിനൻ നിരന്തരമായി പ്രാക്ടീസിലൂടെയും ഏകാഗ്രതയിലൂടെയും നേടിയെടുക്കുന്നതാണ്. ഈവൻ ദോ ഇറ്റ്സ് കോൺട്രവേഴ്ഷ്യൽ, ചില കഴിഞ്ഞകാല സംഭവങ്ങൾ ഇത് ശരിയാണെന്ന് തെളിയിക്കുന്നുണ്ട്. ഇത് പരിശീലിക്കുന്ന ഏതോ വിദ്വാൻ ഈ ചുറ്റുവട്ടത്തിൽ ഉണ്ടെന്നാണ് എന്റെ ഇൻറ്റ്യൂഷൻ പറയുന്നത്. സ്കിപ്പ് യുവർ ഇൻറ്റ്യൂഷൻ. എന്റെ മകളുടെ അവസ്ഥ. ഐ എം കമ്മിങ് ടു ദാറ്റ്. ഇതിനെ ടാക്കിൾ ചെയ്യാൻ പ്രാപ്തനായ ഒരു വ്യക്തിയെ ഒരു 3 വർഷം മുമ്പ് ഒരു പാരസൈക്കോളജിസ്റ്റ് കോൺഫറൻസിൽ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. I'll show you. See. അച്ചോ, ഇത് കണ്ടോ അച്ചോ? ഇത് വെറും ഭ്രാന്തല്ല, മുഴുഭ്രാന്താ. ഭക്ഷണം വെച്ച് വിളമ്പിക്കൊടുത്തതിന് കിട്ടിയ സമ്മാനം അച്ചോ ഇത്. അവൻ ചങ്ങല പൊട്ടിക്കൊന്നുമില്ലല്ലോ. ഹേയ്, എവിടെ? നല്ല പുത്തൻ താഴ്ത്താ പൂട്ടിയിരിക്കുന്ന അച്ചോ. അച്ചോ വേണ്ടട്ടോ. അടുക്കരുത്.